കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മീയമായി ഉണർത്തപ്പെടുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചേക്കാം. അത് ദൈവം തൻ്റെ വചനത്തിനാലും ആത്മാവിനാലും ചെയ്യുന്ന ഒരു പ്രവർത്തനം ആണെന്ന് നാം മനസ്സിലാക്കണം. ദൈവം ഉണർത്തുമ്പോൾ നാം അതിനോട് പ്രതികരിക്കുന്നു. ആ പ്രവൃത്തി ചെയ്യുന്നതിന് ദൈവത്തിന് നമ്മെ വിട്ടുകൊടുക്കുന്നു. ഈ ദൈവിക പ്രവർത്തനം നമ്മിൽ ഒരു യാഥാർത്ഥ്യമായി തീരുന്നു. ഉദാഹരണമായി, ഒരു പിതാവിന് തൻ്റെ മകന് സ്കൂളിൽ പോകണമെന്നറിയാം. രാവിലെ അവനെ ഉണർത്തുന്നതിന് പിതാവ് കിടപ്പുമുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തൻ്റെ 16 വയസ്സുള്ള മകൻ ഗാഠനിദ്രയിലാണെന്ന് കാണുന്നു. 5 മിനിറ്റ് താൻ അവിടെ നിന്നിട്ടും താൻ അവിടെ വന്നതായോ നിൽക്കുന്നതായോ അവൻ അറിഞ്ഞില്ല. അവൻ ഗാഠനിദ്രയിലാണ്. അവൻ ചിന്താകുലനേ അല്ല. അവന് അതിനെക്കുറിച്ച് യാതൊരു വിചാരവുമില്ലാതെ ഉറങ്ങുകയാണ്. ഉറക്കത്തിൽ അവൻ പഠനത്തെക്കുറിച്ചോ ഗൃഹപാഠത്തെക്കുറിച്ചോ ബോധമില്ലാതെ എല്ലാം മറന്ന് ഉറങ്ങുകയാണ്. അവനിപ്പോൾ ഗാഠനിദ്രയിലാണ്. എന്നാലും ആ പിതാവ് ഒരിക്കലും ആ മകനെ ഉണർത്താതിരിക്കില്ല. പിതാവിനെ സംബന്ധിച്ചിടത്തോളം അത് തൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കാര്യമാണ്. മകനെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യമാണ്. ഒരു മകൻ സ്കൂളിൽ അല്ലെങ്കിൽ ജോലിക്ക് പോകാതെ വീട്ടിൽ കിടന്നുറങ്ങുവാൻ സ്നേഹവും ഉത്തരവാദിത്വമുള്ള പിതാവ് ഒരിക്കലും അനുവദിക്കുകയില്ല. ആത്മീയ ജീവിതത്തിൻ്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ സ്വർഗീയ പിതാവും ആത്മീയ ശുശ്രൂഷകരും നമ്മെ ആ നിലയിൽ തുടരുവാൻ അനുവദിക്കുകയില്ല. ഇത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സഭ ഇന്ന് ഗാഠനിദ്രയിലാണ്. അനേകർ ഇന്ന് ചെയ്യുവാൻ ശ്രമിക്കുന്നത് പോലെ ദൈവശാസ്ത്രവും ബൈബിളിനെ കുറിച്ചുള്ള ഗ്രാഹ്യവും കൊണ്ട് ആർക്കും സഭയെ ഉണർത്തുവാൻ കഴിയുകയില്ല. ഇത് മനുഷ്യനാലും അവൻ്റെ പ്രവൃത്തികളാലും അസാധ്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. സഭ ഇന്ന് ഗാഠനിദ്രയിലാണ്. അവൾ ഉറങ്ങട്ടെ എന്ന് ആര് പറഞ്ഞാലും ദൈവത്തിൻ്റെ പ്രവാചകൻ അത് സ്വീകരിക്കുവാൻ പോകുന്നില്ല. ദൈവത്തിൻ്റെ പ്രവാചകൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. ഇത് അസാധ്യമെന്ന് അനേകർ പറഞ്ഞാലും താൻ അത് അംഗീകരിക്കുന്നില്ല. അവരുടെ അഭിപ്രായത്തിലും അവരുടെ ദൈവശാസ്ത്രമനുസരിച്ചും നിങ്ങൾ അതിൽ വിജയിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല എന്നവർ പറഞ്ഞാലും ദൈവത്തിൻ്റെ പ്രവാചകൻ അത് ഒരിക്കലും സ്വീകരിക്കുന്നില്ല. സ്വാഭാവിക യുക്തിക്ക് വഴങ്ങുന്ന പലരുടെ ഉപദേശങ്ങൾ താൻ ഒരിക്കലും ശ്രദ്ധിക്കുകയില്ല. ദൈവത്തിൻ്റെ യഥാർത്ഥ ശുശ്രൂഷ അനേകർക്ക് ഭോഷത്വമായി തോന്നിയേക്കാം. എങ്കിലും ദൈവശബ്ദം കേട്ട ദൈവത്തിൻ്റെ യഥാർത്ഥ ശുശ്രൂഷകർ ദൈവവചനം സംസാരിക്കും. അതുപോലെ, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനായി വച്ചിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടുതിരിയുവാൻ കരുതിക്കൊള്ളത്തക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും. അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. എന്നാൽ ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തൻ്റെ വഴി വിട്ടുപിരിയാഞ്ഞാൽ അവൻ തൻ്റെ അകൃത്യ നിമിത്തം മരിക്കും. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഇതാണ് നാം കാണുന്നത്. ഇതാണ് ഒരു യഥാർത്ഥ ശുശ്രൂഷയുടെ അഥവാ പ്രവാചകന്റെ ദൗത്യം. ഇത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചനം വിശ്വസ്തയോടെ സംസാരിക്കുന്നതാണ് ശുശ്രൂഷകന്റെ ദൗത്യം. ദൈവം തീർച്ചയായും തൻ്റെ വചനം നമുക്ക് അയക്കുന്നുണ്ട്. അതേസമയം സംസാരിക്കുന്ന ശബ്ദം കേൾക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ് എന്ന് നാം മറക്കരുത്. അതുകൊണ്ടാണ് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെളിപാട് പുസ്തകം 2-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്.